രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചിട്ട് കുഞ്ഞാറ്റ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്നതിന് മുൻപായിട്ട് ഒരു കേക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ച് വിളിച്ചതാണ് തൊട്ട അയൽവാസിയായ രമണി ചേച്ചി. ആൾക്ക് വേണ്ടിയത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഡ്രീം കേക്ക് ആയിരുന്നു. എന്നാൽ കരിക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ചോക്ലേറ്റിൻ്റെ ഡ്രീം കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണ് ഫോൺ കട്ട് ചെയ്യുന്നത് തന്നെ. ഇവർ നേരത്തെ ബേക്കറിയിൽ നിന്നെങ്ങാണ്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഡ്രീം കേക്ക് വാങ്ങിച്ച് കഴിച്ചതാണ്. അതുകൊണ്ട് ടെൻഡർ കോക്കനട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാനാണ് അവർ ആഗ്രഹിച്ചത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കരിക്ക് ഇട്ട് തരാം, അപ്പോൾ എനിക്ക് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. കരിക്ക് കിട്ടാനായിരുന്നു എനിക്ക് പാട്. കരിക്ക് കിട്ടാനില്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പോയി മേടിച്ചുകൊണ്ട് വന്ന് ചെയ്യാനുള്ളൊരു ടൈം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡ്രീം കേക്കിനാണേലും ഐസിങ് കേക്കിനാണേലും ഏത് കേക്കിനാണേലും നമുക്ക് തലേ ദിവസം ഓർഡർ വരുന്നതാണേലും ഇപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ച് വളരെയധികം സമയം എടുത്താണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഓരോ ലെയർ ഒന്ന് സെറ്റ് ആവാൻ പാടുപെടും. ഇതാ ഇവിടെ കണ്ടില്ലേ, ഞാൻ ലെയർ സെറ്റാക്കി എടുക്കാൻ ശരിക്കും പാടുപെട്ടെന്ന് തന്നെ പറയണം. ഫ്രീസറിൻ്റെ വോളിയം അത്യാവശ്യം കൂട്ടിയിട്ടിട്ടാണ് ഇങ്ങനെ പോലും ഒന്ന് കിട്ടിയത്. എന്താണേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരുവിധം ഒന്ന് ചെയ്തെടുത്തു. കുഞ്ഞാറ്റയ്ക്ക് അമ്മ കൊടുക്കുന്ന സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അത് സമയം കളയാതെ നമ്മളൊരു 3-3:30 ആയപ്പോൾ വീട്ടിൽ എത്തിച്ചു കൊടുത്തിരുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു സ്റ്റിക്ക് കൂടി വെച്ചു. പേരൊന്നും എഴുതാൻ ഞാൻ നിന്നില്ല. പൊതുവേ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന കുഞ്ഞാറ്റയ്ക്ക് കരിക്ക് ഫ്ലേവറും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് എന്നെ ഫീഡ്ബാക്കായി അറിയിച്ചിരുന്നു.